ഹായ് ഹലോ വെൽക്കം ബാക്ക്. പണ്ട് പ്രൊഫസർ ചെയ്ത എല്ലാ തെറ്റുകളും നൈറ്റിനോട് തുറന്നു പറയുന്നുണ്ട്. ആദ്യം നൈറ്റിന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഡ്രീമിനെ രക്ഷിക്കാൻ ഈ വഴി മാത്രമേ ഉള്ളൂ എന്നറിയുമ്പോൾ അവനും ആ വഴി തന്നെ സ്വീകരിക്കാന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം പ്രൊഫസർ കോളേജിലേക്ക് പോവാണ്. ഒപ്പം തന്നെ ആളുടെ മകളും ഉണ്ട്. വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കുമാണ് കിറ്റ് അങ്ങോട്ട് വരുന്നതും പ്രൊഫസറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറുന്നതും. ഓസോൺ അവിടെ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് പേടിച്ചെഴുന്നേൽക്കുന്നുണ്ട്. ഡേ വന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഡേയും നൈറ്റും തല്ലുകൂടുന്നതാണ് അവൻ സ്വപ്നം കണ്ടത്. ഡേയും നൈറ്റും ഒരിക്കലും തല്ലുകൂടാനോ പിരിയാനോ പാടില്ലാന്ന്. ഡേ അത് കേൾക്കുമ്പോൾ ഓസോണിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അവർ ഒരിക്കലും തല്ലൂടില്ലാന്ന്. എന്നിട്ട് ഡ്രീമിനെ കാണാൻ പോകാൻ അവനോട് വേഗം റെഡി ആവാനായിട്ട് പറയുകയാണ്. ഓസോൺ ആണെങ്കിൽ എന്റെ ടവൽ താ എന്നും പറഞ്ഞുകൊണ്ട് ഡേന്റെ ടവലും എടുത്തോണ്ടാണ് പോകുന്നത്. പ്രൊഫസറിന്റെ മകളെ കോളേജിന്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. കിറ്റ് പറയുകയാണ് നീയും നിന്റെ ഫാമിലിയും നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നല്ലേ, ഇങ്ങനെ തന്നെ ഒരുപാട് ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ടതല്ലേ ഡേയും നൈറ്റും. നീയല്ലേ അവരുടെ ജീവിതം ഇല്ലാതാക്കിയത്. ഇപ്പോ നീ നൈറ്റിനെ കൊണ്ടും ആ തെറ്റ് തന്നെ ചെയ്യിപ്പിക്കാൻ പോവാ. നീ അവനെ വെറുതെ വിട്ടില്ലെങ്കിൽ നീ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും. നിന്റെ വീട്ടുകാർ നീ ചെയ്തത് അറിയണ്ടെങ്കിൽ നീ നൈറ്റിനെ വെറുതെ വിട്ടേക്ക് എന്നൊക്കെയാണ് പ്രൊഫസറിനോട് പറയുന്നത്. ഡ്രീം ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. നൈറ്റ് എപ്പോഴും അവളുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അവളെ കാണാനായിട്ട് ഡേയും ഓസോണും കൂടി വരുന്നുണ്ട്. എന്നിട്ട് ഡേയും നൈറ്റും കൂടി പുറത്തേക്ക് സംസാരിക്കാനായിട്ട് പോവാണ്. ഓസോൺ ഡ്രീമിനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നീ വേഗം തന്നെ കണ്ണു തുറക്കണം, എന്നിട്ട് എന്റെ കൂടെ കളിക്കാൻ വരണമെന്ന്. ഡേ നൈറ്റിനോട് പ്രൊഫസർ നിന്നോട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ നൈറ്റ് പറയുന്നുണ്ട് പ്രൊഫസർ എന്താ പറഞ്ഞെന്ന് കിറ്റ് നിന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ രക്ഷിക്കാൻ ആ ഒരു വഴി മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. ഡേ പറയുന്നുണ്ട് പ്രൊഫസർ കാരനാണ് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ജീവിക്കേണ്ടി വന്നത്. നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വേറെ 2 കുട്ടികൾ നമ്മളെപ്പോലെ വളരേണ്ടി വരും. നൈറ്റ് പറയുന്നുണ്ട് ഇതല്ലാതെ നിന്റെ കയ്യിൽ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡ്രീമും രക്ഷപ്പെടും, ഓസോണും രക്ഷപ്പെടും. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ ഒപ്പം എപ്പോഴും വേണ്ടേ. പ്രൊഫസർ നമ്മളോട് ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ അതെന്തായാലും കഴിഞ്ഞു പോയില്ലേ. ഇപ്പൊ അയാള് നമ്മളെ സഹായിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് പറയുന്നതൊന്നും ഡേക്ക് ഇഷ്ടപ്പെടുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് ഓസോൺ അങ്ങോട്ട് ഓടി വരുന്നതും ഡ്രീം കണ്ണു തുറന്നു എന്ന് പറയുന്നതും. നൈറ്റ് വേഗം തന്നെ അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. ഡേയും അവിടെ പ്രൊഫസർ വന്നിട്ട് അവൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ മാത്രം മതിയെന്ന് പറയുന്നുണ്ട്. പ്രൊഫസറിനെ കാണുമ്പോൾ ഡ്രീം നൈറ്റിനെ നോക്കുകയാണ്. നൈറ്റ് പറയുന്നുണ്ട് പ്രൊഫസർ ആണ് അവളെ സഹായിച്ചതെന്ന്. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് നിനക്ക് ഇനി ഒരു കുഴപ്പവും വരില്ല, ഈ ലീപ് ഡേയുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നല്ലൊരു വഴി കിട്ടിയിട്ടുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ഡേയും ഓസോണും അവിടെ നിന്ന് പോവുകയാണ്. നൈറ്റിനോട് എത്ര പറഞ്ഞിട്ടും ഒരു ഉപകാരമില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കിറ്റും വന്നിട്ടുണ്ടായിരിക്കും. അവനോട് പോയി പറയുന്നുണ്ട് നൈറ്റ് വിചാരിക്കുന്നത് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂന്നാ. ഡ്രീമിനെ അവൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ വേറൊരു വഴി ഉണ്ടെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവൻ ഒരിക്കലും ഈ തെറ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ വേറൊരു വഴി കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഡ്രീമിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് നഴ്സുമാരെ അവിടെ നിർത്തുകയാണ്. എന്നിട്ട് നൈറ്റിനോട് കുറച്ചു ദിവസം അവൾ ഹോസ്പിറ്റലിൽ തന്നെ റെസ്റ്റ് എടുക്കട്ടെ, 2 ആഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയാൽ മതിയെന്നും അത് കഴിഞ്ഞിട്ട് നൈറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും പ്രൊഫസർ തന്നെ പറഞ്ഞു തരാന്നും പറയുന്നുണ്ട്. അങ്ങനെ ലീപ് ഡേക്കെതിരായിട്ടുള്ള വഴികൾ അവൻ ആലോചിക്കുന്നുണ്ട്. ഓസോണിനോട് ഇപ്പോൾ പ്രകൃതി സംസാരിക്കുകയാണ്. എന്നിട്ട് അവൻ ഒരു ചിത്രം വരച്ചിട്ട് വേഗം തന്നെ അത് ഡേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചിത്രവും ലീപ് ഡേയും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് അവന് തോന്നുമ്പോൾ ഉടനെ തന്നെ നൈറ്റിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇത് ഓസോൺ വരച്ച ചിത്രമാണ്, ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വഴി കണ്ടുപിടിക്കാൻ പറ്റും, നീ ഒരിക്കലും ആ തെറ്റ് ചെയ്യേണ്ടി വരില്ല എന്നൊക്കെ പറയുമ്പോൾ നൈറ്റ് പറയുന്നുണ്ട് നീ ഇപ്പോഴും ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഓസോണിന്റെ ചിത്രങ്ങളിൽ നിന്നും നിനക്കൊരു വഴി കണ്ടുപിടിക്കാനും അവനെ രക്ഷിക്കാനും സാധിക്കുന്നു. ഇപ്പൊ നമ്മുടെ മുന്നിൽ നല്ലൊരു വഴിയുണ്ട്.
എനിക്ക് ഡ്രീമിനെയും ഓസോണിനെയും രക്ഷിക്കാൻ കഴിയും. ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. നീ ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഓസോണിനെയും രക്ഷിക്കും. ഡേ വീണ്ടും പറയുന്നുണ്ട്, നീ ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത്, നമുക്ക് വേറെ വഴി കണ്ടുപിടിക്കാന്ന്. നൈറ്റ് പറയുകയാണ്, നിനക്കൊരിക്കലും ഒരു വഴി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓസോണും മരിച്ചു പോകും. അങ്ങനെ രണ്ടുപേരും കൂടി തല്ലിടുവാണ്. രണ്ടാൾക്കും നന്നായിട്ട് ഇടി കിട്ടുന്നുണ്ട്. പെട്ടെന്നാണ് ഓസോൺ അങ്ങോട്ട് വരുന്നതും അവരെ പിടിച്ചു മാറ്റുന്നതും. ഡേന്റെ പരിക്കുകളിൽ അവൻ വീട്ടിലേക്ക് പോയിട്ട് മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം ഡ്രീമിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. അവന്റെ മുഖത്തുള്ള പരിക്കുകൾ അവൾ കാണാതിരിക്കാൻ അവനൊരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്. എന്നാൽ ഡ്രീം ആണെങ്കിൽ ആ ക്യാപ്പ് മാറ്റുകയും ആ മുറിവുകളൊക്കെ കാണുകയും ചെയ്യാണ്. നിനക്ക് എങ്ങനെയാണ് ഈ മുറിവുകളൊക്കെ ഉണ്ടായേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഡേയും അവനും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായതാണെന്ന്. എന്നിട്ട് വിഷയം മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ഡ്രീം വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് പ്രശ്നം ഉണ്ടായെന്ന്. അത് ചോദിച്ചത് അവന് ഒട്ടും ഇഷ്ടായിട്ടില്ല. എന്നിട്ട് അവളോട്, നീ ഇവിടെ റെസ്റ്റ് എടുത്താൽ മതി, വേറെ ഒന്നും ആലോചിക്കണ്ട, ഞാൻ വരാൻ ഒരുപാട് ലേറ്റ് ആവും എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. അവൻ നേരെ പോകുന്നത് പ്രൊഫസറിന്റെ അടുത്തേക്കാണ്. ലീപ് ഡേ അവന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാകണമെങ്കിൽ അവന് ഡെലിവറി ചെയ്യണ്ടേ? അതിനു വേണ്ടിയിട്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രൊഫസർ അവനോട് പറയുന്നുണ്ട്, നീ ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു, ഇനി പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കണമെന്ന്. അതിനായിട്ട് പ്രൊഫസറിന്റെ വീട്ടിൽ ഒരു ഡമ്മി ഉണ്ടെന്നും അതിലാദ്യം ചെയ്ത് പഠിക്കാം, അതിൽ പഠിച്ചതിന് ശേഷം ശരിക്കുമുള്ള ലേബർ റൂമിലേക്ക് കയറാന്നും പറയുന്നുണ്ട്. അവൻ രാത്രിയും പകലും ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. അങ്ങോട്ട് ഡ്രീം വന്നിട്ട്, നീ ഇപ്പോഴും എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അവന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന്. അവള് പറയുന്നുണ്ട്, ഡേയും നൈറ്റും തല്ലുകൂടിയ കാര്യവും ലീപ് ഡേ ഒഴിവാക്കാനായിട്ട് നൈറ്റ് എന്താ കണ്ടുപിടിച്ചെന്നും അവൾക്ക് അറിയണമെന്ന്. അങ്ങനെ നൈറ്റ് എല്ലാ കാര്യവും ഡ്രീമിനോട് പറയുകയാണ്. എല്ലാം കേട്ട് കഴിയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ഇനിയുള്ള കുട്ടികളും നിങ്ങളെപ്പോലെ വളരാൻ പാടില്ലാന്ന്. അവന് എല്ലാവരെക്കാളും വലുത് ഡ്രീം ആണെന്നും ഡ്രീം ഉറപ്പായിട്ടും ജീവിക്കണമെന്നും അവൾക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു പറയുമ്പോൾ അവള് പറയുന്നുണ്ട്, നൈറ്റ് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ പോവാണെങ്കിൽ അവർക്ക് ബ്രേക്കപ്പ് ആവാന്ന്. നൈറ്റ് പറയുന്നുണ്ട്, ബ്രേക്കപ്പ് ആവുന്നത് നിന്റെ ഇഷ്ടമാണ്, നിന്റെ ലൈഫ് നീ ഉറപ്പായിട്ടും രക്ഷിക്കണം, നിനക്കൊന്നും വരാൻ പാടില്ല. നമ്മൾ ബ്രേക്കപ്പ് ആയാലും ഞാൻ നിന്നെ സ്നേഹിച്ചോണ്ടേയിരിക്കും, എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും നിർത്താൻ പറ്റില്ല, എന്തൊക്കെ വന്നാലും ഞാൻ ഈ വഴി തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അവള് വീണ്ടും ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവന്റെ തീരുമാനത്തിൽ നിന്നും അവൻ ഒട്ടും തന്നെ മാറുന്നില്ല. എന്നിട്ട് അടുത്ത ദിവസം അവൾ പ്രൊഫസറിനെ കാണാനായിട്ട് പോവുകയാണ്. അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്കറിയാം, നൈറ്റിനെ കൊണ്ട് അതേ തെറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പോവാണെന്നും എനിക്കറിയാം. നിങ്ങൾ അവനെ വെറുതെ വിടണം, അവനെ കൊണ്ട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യിപ്പിക്കരുത് എന്ന് പറയുമ്പോഴേക്കുമാണ് നൈറ്റ് അങ്ങോട്ട് വരുന്നത്. നീ എന്താ ഇവിടെ എന്ന് ഡ്രീമിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും പ്രൊഫസറിനോട് പറയുന്നുണ്ട്, നൈറ്റിനെ കൊണ്ട് ഒരിക്കലും ഇങ്ങനെയൊരു ക്രൂരത ചെയ്യിപ്പിക്കരുതെന്ന്. പ്രൊഫസർ നൈറ്റിനോട്, ഞാൻ പറഞ്ഞു തന്ന വഴി നീ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡ്രീം വിചാരിക്കുന്നുണ്ട് നൈറ്റ് ഉറപ്പായിട്ടും അവൾക്ക് വേണ്ടി മാറുന്നു. എന്നാൽ അവൻ പറയുന്നത് അവൻ ചെയ്യാൻ തയ്യാറാണെന്നാ. അത് കേൾക്കുമ്പോൾ തന്നെ ഡ്രീം അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. അവൻ വിഷമിക്കുന്നത് കാണുമ്പോൾ പ്രൊഫസർ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ ഇങ്ങനെ ചെയ്യുന്നത് അവൾക്ക് വേണ്ടിയിട്ടാണ്, അത് അവൾക്ക് ഒരു ദിവസം മനസ്സിലാവുന്നു. അത് കേൾക്കുമ്പോൾ അവനും ഓക്കെ ആവുന്നുണ്ട്. ഡ്രീം ഡേന്റെയും ഓസോണിന്റെയും അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, പ്രൊഫസർ ചെയ്ത കാര്യങ്ങളും നൈറ്റ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന തെറ്റും എനിക്കറിയാം, അവനെ നമുക്ക് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണം. ഡേ പറയാണ്, അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവനിങ്ങനെ ചെയ്യുന്നത്. അവൻ വിചാരിക്കുന്നത് നിന്നെ രക്ഷിക്കാനായിട്ട് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നാ. പക്ഷേ നമ്മൾ വേറെ എന്തെങ്കിലും വഴിയുണ്ടെന്ന് അവന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൻ ഉറപ്പായിട്ട് തെറ്റ് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വേറെ വഴികളൊക്കെ കണ്ടുപിടിക്കാനായി കിറ്റിന്റെ അടുത്തേക്ക് പോവാണ്. അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അവർ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്. നൈറ്റ് പ്രൊഫസറിന്റെ വീട്ടിലേക്ക് പോയിട്ട് സർജറി ചെയ്ത് പഠിക്കുകയാണ്.
അവൻ എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്ത് പഠിച്ചാലാണ് ഡ്രീമിനെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അവന് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊഫസർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് പ്രൊഫസറിന്റെ വൈഫ് പറയുകയാണ്, അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡന്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. നീ ഉറപ്പായിട്ടും ആളുടെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ആയിരിക്കും. നീ വന്നത് കൊണ്ട് ആൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ആരോടും ഒന്നും സംസാരിക്കാതെ റൂമിൽ ഇരിക്കുകയാണ് ചെയ്യാന്ന്. അത് കേൾക്കുമ്പോൾ നൈറ്റിന് മനസ്സിലാകുന്നുണ്ട് ഡാനോടും നൈറ്റിനോടും തെറ്റ് ചെയ്തത് കൊണ്ട് പ്രൊഫസറിന് കുറ്റബോധം ഉണ്ടെന്ന്. ആ കുറ്റബോധം കാരണം അയാൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നും അവന് മനസ്സിലാകുന്നുണ്ട്. ഡ്രീം നൈറ്റിനോട് ഒട്ടും സംസാരിക്കുന്നില്ല. അവർ ഒരുമിച്ചല്ല ഇപ്പൊ താമസിക്കാറും. അവൻ അവളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ എപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാറ്. ഇപ്പോ ഒരു മാസമായിട്ട് അവള് നൈറ്റിനോട് സംസാരിക്കാറില്ല. പക്ഷെ അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നൈറ്റിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇത്രയും നാള് അവൻ ഡെലിവറി ചെയ്തത് ഡമ്മികളിലായിരുന്നു. പക്ഷെ ഇന്ന് അവൻ ശരിക്കുമുള്ള ലേബർ റൂമിലേക്ക് കയറാനായിട്ട് പോവാണ്. ഇന്നത്തെ സർജറി നൈറ്റ് ഒറ്റയ്ക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അവൻ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഡേ പറഞ്ഞ കാര്യങ്ങൾ അവന് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. നമ്മൾ ജീവിച്ചതുപോലെ വേറെ കുട്ടികളും ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും, ഇവൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രേക്കപ്പ് ആകുമെന്ന് ഡ്രീം പറഞ്ഞതും എല്ലാം അവന് ഓർമ്മ വരുന്നുണ്ട്. കൂടാതെ അവനും സ്വയം തോന്നുന്നുണ്ട് അവൻ കാരണം 2 കുട്ടികളുടെ ജീവിതം ഇല്ലാതാകരുതെന്ന്. ഇഷ്ടപ്പെട്ടവർ മരിക്കുന്നതിന്റെ വേദന അവർക്കറിയാവുന്നതാണ്. അതുപോലെ വേറെ 2 കുട്ടികൾക്കും ഉണ്ടാകരുതെന്ന് അവന് പെട്ടെന്ന് തോന്നുകയാണ്. എന്നിട്ട് അവനിത് ചെയ്യത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഡ്രീം ഒരുപാട് വിഷമത്തോടെയാണ് നടക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ട് നൈറ്റ് ചെല്ലുന്നത്. അവനിപ്പോൾ ഒരുപാട് കുറ്റബോധമുണ്ട്. അതവൾക്ക് മനസ്സിലാകുമ്പോൾ അവൾ അവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പുറത്തു പോയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവന്റെ മനസ്സ് മാറ്റിയതെന്ന്. ഞാൻ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഡേ പറഞ്ഞതും നീ പറഞ്ഞതും എൻ്റെ മനസ്സിലേക്ക് വന്നത്. പിന്നെ എനിക്കും തോന്നി ഞാൻ കാരണം വേറെ കുട്ടികളും എന്നെ പോലെ അനുഭവിക്കരുതെന്ന്. ഡ്രീം അവനോട് പറയുന്നുണ്ട്, നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ആ ഒരു വഴിയല്ലാതെ വേറെ വഴികൾ ഉണ്ടായിരിക്കും. നമ്മൾ ഒരുമിച്ച് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ലീപ് ഡേയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് കഴിയുന്നു. ഡേയും ഓസോണും കിറ്റും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡ്രീം അങ്ങോട്ട് വരുന്നത്. അവളെ കാണുമ്പോൾ ഡേക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ടെങ്കിലും അവളുടെ കൂടെ നൈറ്റിനെ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങ് സന്തോഷാവുന്നില്ല. എന്നിട്ട് അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഡേയും ഓസോണും പരസ്പരം ഭക്ഷണം എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ നൈറ്റും ഡ്രീമും പരസ്പരം ഭക്ഷണം എടുത്തു കൊടുക്കുന്നുണ്ട്. കിറ്റ് അത് കാണുമ്പോൾ വിഷമിക്കുകയാണ്. അവനെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഓസോൺ കിറ്റിന് വേണ്ടി ഭക്ഷണം എടുത്തു കൊടുത്തിട്ട് നന്നായിട്ട് കഴിക്കാനായി പറയുന്നത്. ആ സമയം കിറ്റിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം നൈറ്റ് ഡാനോട് സോറി പറയുകയാണ്. അങ്ങനെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളും അവസാനിക്കുന്നുണ്ട്. ഡ്രീം ഒരുപാട് സമയമായിട്ട് ഓസോൺ വരച്ച ചിത്രം നോക്കുകയാണ്. പക്ഷെ അവൾക്ക് അതിൽ നിന്നും ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. പെട്ടെന്നാണ് അവളുടെ നോട്ടം ക്ലോക്കിലേക്ക് പോകുന്നത്. ക്ലോക്കിലെ സൂചികളും ഓസോൺ വരച്ച ചിത്രവും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അത് നൈറ്റിനോടും ബാക്കി എല്ലാവരോടും പറയുകയാണ്. ഓസോൺ പറയുന്നുണ്ട്, പ്രകൃതി അവനോട് ആ പേപ്പർ അങ്ങനെ മടക്കാനായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ അങ്ങനെ മടക്കിയതെന്ന്. അതിൽ കാണിക്കുന്നത് ഒരു സമയമാണ്. ആ സമയത്താണ് ലീപ് ഡേ പ്രവർത്തിക്കുന്നതും ഡേയും നൈറ്റും സ്നേഹിക്കുന്ന ഓസോണും ഡ്രീമും മരിക്കാനായിട്ട് പോകുന്നതും. പ്രകൃതി അവർക്ക് ഏറ്റവും വലിയൊരു ക്ലൂ ആണ് നൽകിയിരിക്കുന്നത്. അവരുടെ മരണം 12:15 പറഞ്ഞിരിക്കുന്നത്. കിറ്റ് പറയുന്നുണ്ട്, ഓസോണിന്റെയും ഡ്രീമിന്റെയും മരണം ഒഴിവാക്കാൻ നമ്മുടെ മുന്നിൽ ആകൊരു വഴി മാത്രമേ ഉള്ളൂ. ലീപ് ഡേക്ക് ആവശ്യമുള്ളത് ഇവരുടെ മരണമാണ്. അത് നമ്മൾ കൊടുക്കണം. ശരിക്കുള്ള മരണമല്ല, വെറും അഭിനയം മാത്രം. നമ്മൾ ഇവരെ 15 മിനിറ്റ് മരിപ്പിക്കാൻ പോവാ. 12:15 മുമ്പ് ഇവർ മരിക്കുകയാണെങ്കിൽ പിന്നീട് ഇവർക്ക് ഒന്നും സംഭവിക്കത്തില്ല. ഡേ ചോദിക്കുന്നുണ്ട് കിറ്റ് എന്തൊക്കെയാ പറയുന്നേന്ന്. നൈറ്റ് പറയുന്നുണ്ട്, മെഡിക്കലിൽ അങ്ങനെ ഒരു ഡ്രഗ് ഉണ്ട്. ആ ഡ്രഗ് ഒരാളിൽ കുത്തിവെക്കുകയാണെങ്കിൽ 15 മിനിറ്റ് സമയത്തേക്ക് അയാൾക്ക് ശ്വാസവും ഹൃദയമിടിപ്പും ഉണ്ടാവില്ല. എന്നാൽ 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും
ആവശ്യമായ വൈദ്യസഹായം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്യും. നമ്മുടെ മുന്നിൽ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ഒരു ഡോക്ടറിന്റെ ഹെൽപ്പ് വേണം. കിറ്റ് ഒരു ഡോക്ടറാണെങ്കിലും പ്രൊഫസറിന്റെ ഹെൽപ്പും കൂടി ഇവർക്ക് ആവശ്യമാണ്. ഡ്രീമും നൈറ്റും കൂടി പ്രൊഫസറിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ വഴി അത്ര സേഫ് അല്ലാന്നും ഡ്രഗിന്റെ അളവിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അയാളുടെ ജീവന് പോലും ആപത്താണെന്നും പ്രൊഫസർ അവരെ സഹായിക്കില്ല എന്നുമാണ് പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസം അവരെല്ലാവരും കൂടി പ്രൊഫസറിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങളെ ഞാൻ സഹായിക്കില്ല എന്ന് പറഞ്ഞതല്ലേ, പിന്നെയും എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ കിറ്റ് പറയുന്നുണ്ട്, നീ കാരണമാണ് ഇവരുടെ ലൈഫ് ഇങ്ങനെയായത്. അതുകൊണ്ട് നീ തന്നെ സഹായിക്കണം. നീ സഹായിച്ചില്ലെങ്കിൽ എല്ലാ സത്യവും നിന്റെ ഭാര്യയോടും മകളോടും ഞങ്ങൾ തുറന്നു പറയും. നീ ജനിച്ചത് ഫെബ്രുവരി 29-നാണെന്നും നിനക്ക് ലീപ് ഡേയുടെ പ്രശ്നമുള്ളത് കൊണ്ട് നീ സ്നേഹിക്കുന്നവരെല്ലാം ഫെബ്രുവരി 29-ന് മരിക്കുമെന്നും നിന്റെ ആ ശാപം ഒഴിവാക്കാൻ നീ കരുതി കൂട്ടിയത് ഇവരിലേക്ക് പകർന്നു നൽകിയെന്നും ഇവർ സ്നേഹിക്കുന്ന എല്ലാവരും മരിച്ചു പോയെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും നിന്റെ ഭാര്യയോടും മകളോടും പറഞ്ഞു കൊടുക്കും. എന്നാൽ പ്രൊഫസറിന്റെ ഭാര്യ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. എന്നിട്ട് പ്രൊഫസറിനോട് ഇതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ സ്നേഹിക്കുന്ന അയാളുടെ ഭാര്യയും മകളും ജീവനോട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ വേറെ 2 കുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ടാണ് അയാൾ ഈ ജീവിതം നേടിയെടുത്തത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്കൊട്ടും തന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. രാത്രി പ്രൊഫസർ ഭാര്യയോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഭാര്യ പറയുന്നുണ്ട് നാളെ സംസാരിക്കാന്ന്. എന്നാൽ നേരം വെളുത്തു നോക്കുമ്പോൾ അയാളുടെ ഭാര്യയും മകളും വീട്ടിലുണ്ടായിരിക്കില്ല. പകരം അവർ എഴുതി വെച്ചിട്ടുള്ള ചെറിയൊരു കുറിപ്പ് മാത്രമാണ് ഉണ്ടാവുക. അവരെ ഇനി അന്വേഷിക്കണ്ട എന്നായിരിക്കും അതിൽ ഭാര്യ എഴുതിയിട്ടുള്ളത്. അത് കാണുമ്പോൾ അയാൾ ആകെ തകർന്നു പോവുകയാണ്. ഭാര്യയ്ക്കും മകൾക്കും വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനൊരു വഴി തിരഞ്ഞെടുത്തത്. എന്നാൽ അവസാനമായപ്പോൾ അയാൾക്ക് അവരെ നഷ്ടപ്പെടുകയും ചെയ്തു. അത് അയാൾക്ക് ഒട്ടും തന്നെ സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. സൂയിസൈഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. കൃത്യസമയത്താണ് ഡേ അങ്ങോട്ട് വരുന്നതും അയാളെ രക്ഷപ്പെടുത്തുന്നതും. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ശാപം ഞങ്ങൾക്ക് തന്നത്. എന്നിട്ട് നിങ്ങൾ മരിക്കാനായിട്ട് നോക്കുകയാണോ? അവൻ അവിടെ നിന്നും ഒരു പേപ്പർ കഷ്ണവും കിട്ടുന്നുണ്ട്. എന്നിട്ട് അത് പ്രൊഫസറിന് കൊടുക്കുകയാണ്. അയാളുടെ ഭാര്യ എഴുതിയത് മാത്രമാണ് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ അയാളുടെ മകളും ഒരു ചെറിയ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛൻ ഉറപ്പായിട്ടും അവരെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം എന്നായിരിക്കും മകൾ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ അവരെ സഹായിക്കാമെന്ന് പ്രൊഫസർ സമ്മതിക്കുകയാണ്. ഓസോണിനും ഡ്രീമിനും ആ ഡ്രഗ് നൽകുന്നതിന് മുമ്പേ നൈറ്റിന്റെ ശരീരത്തിൽ അത് പരീക്ഷിക്കുന്നുണ്ട്. 15 മിനിറ്റ് സമയത്തേക്ക് അവനെ കൊല്ലാനായിട്ട് പോവുകയാണ്. ഡ്രഗ് കൊടുക്കുമ്പോൾ അവന്റെ ബോധമൊക്കെ പോകുന്നുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും CPR ഒക്കെ കൊടുത്തു തുടങ്ങുകയാണ്. പക്ഷെ എത്രമാത്രം ശ്രമിച്ചിട്ടും അവന് ബോധം വരുന്നില്ല. അവരെല്ലാവരും ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ ഉണ്ടാകും എന്നറിയാനായിട്ട് അടുത്ത എപ്പിസോഡായ അവസാനത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. ബൈ.